ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ആ കൊള്ളയെക്കുറിച്ച് ഇപ്പൊ നടക്കുന്ന അന്വേഷണം ഈ കുറുക്കന്റെ കയ്യിൽ കോഴിയെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചതുപോലെയുള്ള ഒരു സമീപനമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറുക്കന്റെ കയ്യിൽ കോഴിയെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും അതിന്റെ ഫലം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ആരായി ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ നടത്തുന്നത്? ആദ്യം ഈ ദേവസ്വത്തിന്റെ വിജിലൻസ് ഇവിടെ അന്വേഷിച്ചു. ദേവസ്വത്തിന്റെ സ്വർണം കൊള്ളയടിച്ച ഒരാളെ തന്നെയാണ് ആദ്യം ഈ കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു തിരക്കഥ, ഈ അന്വേഷണം എങ്ങനെ പോകണം, അതേ തിരക്കഥയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്ഥലത്തുണ്ടായിട്ടും അവർ കസ്റ്റഡിയിൽ എടുക്കാതിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ഒക്കെ അറിവോടുകൂടി ഒരു പ്രത്യേക സ്ഥലത്തിരുന്ന് എന്ത് മൊഴിയാണ് കൊടുക്കേണ്ടതെന്ന് പഠിപ്പിച്ചതിന് ശേഷമാണ് SIT അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആൾ ചില്ലറക്കാരനല്ല, നിങ്ങൾക്കറിയാലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായി വിജയനേക്കാളും വാസവനേക്കാളും അവരാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ സമർത്ഥന്മാരായിട്ട് എങ്ങനെ അമ്പലം കൊള്ളയടിക്കാമെന്നുള്ള ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. അവര് രണ്ടാളെക്കാളും, കടകംപള്ളി സുരേന്ദ്രനേക്കാളും പത്മകുമാറിനേക്കാളും വിദഗ്ധനാണ് ഈ കാര്യത്തിൽ. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോ SITക്ക് നൽകുന്ന മൊഴികളെല്ലാം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കള് ഈ പോലീസുകാർ പറഞ്ഞു കൊടുക്കുന്ന അതേ മൊഴി ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുക്കാൻ നിൽക്കണ്ട. ഇത് എന്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഇതെല്ലാം നേരത്തെ തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് നടക്കുന്ന കേസ് അന്വേഷണമാണ്. ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വാസവനും അറിയാം, പിണറായി വിജയനും അറിയാം. ഈ SIT അന്വേഷിക്കാൻ തുടങ്ങിയ ദിവസം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കടകംപള്ളി സുരേന്ദ്രനെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വിളിപ്പിച്ചിരുന്നു. ഏതെങ്കിലും ചാനലിൽ ആ വാർത്ത വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. SIT കേസ് അന്വേഷണം ഏറ്റെടുത്ത ഉടനെ തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ പിണറായി വിജയൻ വിളിപ്പിച്ചിരുന്നു. എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്കും അറിയാം, കടകംപള്ളി സുരേന്ദ്രനും അറിയാം, വാസവനും അറിയാം. അതുകൊണ്ട് ശരിയായ നിലയിൽ അന്വേഷണം നടന്നാൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ ഒരു വാസുവിലോ ഒരു പത്മകുമാറിലോ ഇത് അവസാനിക്കില്ല. അതിനപ്പുറത്തേക്ക് ഇത് പോകും. ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ ഇതുവരെ കണ്ടതുപോലുള്ള ഒരു പോറ്റിയല്ല. അയാളെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയി അത് മറച്ചു വിറ്റു എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ ഒരു 100 പവന്റെ സ്വർണം വിറ്റ കാശല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ അതിവിദഗ്ധനായിട്ടുള്ള ഒരു പോറ്റിയാണ്. ഈ ശബരിമല വിശ്വാസത്തെ ചൂഷണം ചെയ്ത് നല്ല വിശ്വാസികളായിട്ടുള്ള പണക്കാരെ മുഴുവൻ ഇത് കൊണ്ടുപോയി കാണിച്ചു അയ്യപ്പന്റെ നേരിട്ടുള്ള സാന്നിധ്യം നിങ്ങളുടെ പൂജാമുറിയിൽ തരാമെന്ന് പറഞ്ഞ് കേരളത്തിനകത്തും പുറത്തും ശതകോടിക്കണക്കിന് രൂപയുടെ അഴിമതി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇനി ഇവര് കത്ത് എഴുതി കൊടുത്തല്ല ഇതിന് പുനർനിർമ്മാണത്തിനുള്ള, ഇതിന് പുനരുദ്ധരിക്കാനുള്ള എല്ലാ അവകാശവും നിനക്കാണെന്ന് വാസു കമ്പനി എഴുതി കൊടുത്തല്ല. ആ കത്ത് കാണിച്ചിട്ട് ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും ലോകത്തുള്ള എല്ലാ സ്ഥലത്തെയും പണക്കാരായിട്ടുള്ള ഹിന്ദു വിശ്വാസികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ രണ്ടു വഴിയായി. ഒന്ന്, വിശ്വാസം ചൂഷണം ചെയ്ത് നമ്മുടെ പൂജാമുറിയിൽ നേരിട്ട് അയ്യപ്പന്റെ സാന്നിധ്യം, സ്വപ്നത്തിൽ അയ്യപ്പ ദർശനം എന്നൊക്കെ പറഞ്ഞ് അവരെ കബളിപ്പിച്ച കാശ്. അവരാരിപ്പോ പുറത്തു പറയാത്ത എന്താണെന്നറിയോ? പുറത്തു പറഞ്ഞ ഈ അന്വേഷണ കമ്മീഷൻ അവരെ പിന്നാലെ പോകും. പിന്നെ മാധ്യമങ്ങള് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്ന് അവരൊക്കെ കുടുങ്ങും. അവരെയൊക്കെ പേര് വലിച്ചെടുക്കുക. അവരാരും കുറ്റം ചെയ്തിട്ടില്ല. അവരെ വീട്ടിൽ കൊണ്ടുപോയി കാണിക്കാൻ, അവിടെ പൂജ നടത്താനൊക്കെ ആൾക്കാർ പറയുമ്പോൾ അങ്ങനെ ചെയ്ത വിശ്വാസികള് അതിലേക്ക് പോയാൽ പിന്നെ കേസിൽ ഇവർക്ക് രക്ഷപ്പെടാം. അതാണ് അവര്. അപ്പൊ ആ വഴിക്ക് ഉണ്ടാക്കിയ പണം വിദേശ രാജ്യങ്ങളിൽ ശബരിമലയിലെ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങൾ, അതുപോലെ വാതില്, അതുപോലെ
അയ്യപ്പ വിഗ്രഹം നിൽക്കുന്ന അവിടെയുള്ള പിന്നെ ചുമരിലെ സ്വർണ്ണപ്പാളി തുടങ്ങി യോഗദണ്ഡ് മുതല യോഗദണ്ഡ് പിന്നെ മൂപ്പർ തന്നെ അടിച്ചു മാറ്റി. ആര്? പത്മകുമാർ എന്ന യോഗദണ്ഡ്. ഭയങ്കര യോഗമാണ് പത്മകുമാറിന്. അയ്യപ്പന്റെ യോഗദണ്ഡും അതിന്റെ പിന്നെ രുദ്രാക്ഷമാലയും മോൻ തന്നെ അത് പിന്നെ ചെയ്തു. അതാണ് വേറൊരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, ഈ വഴിക്ക് പണം ഉണ്ടാക്കി. രണ്ടാമത്തെ വഴിക്ക് പണം ഉണ്ടാക്കിയത് വിദേശ രാജ്യങ്ങളിലെല്ലാം ചെന്ന്. മൂന്നാമത്തത് സ്വർണം വിറ്റു. സ്വർണം മാത്രമല്ല വിറ്റത്, ഉള്ള ചെമ്പും വിറ്റു. ചെങ്ങായി സ്വർണവും വിറ്റ് അതിന്റെ ചെമ്പും വിറ്റ് ആ കാശ് അടിച്ചു മാറ്റി. പോറ്റിക്കറിയാം ഈ കാശെല്ലാം പോറ്റി മാത്രം എടുത്തതല്ല. ശബരിമലയില് ദേവസ്വം വിജിലൻസ് കരിമ്പട്ടിയിൽ പെടുത്തിയ ഒരു കള്ളനാണെന്ന് ദേവസ്വം ബോർഡിന് നന്നായി അറിയാവുന്ന ഒരു പോറ്റിയെ അവിടെ കൊണ്ടുപോയി ഇരുത്തി ഒരു കടലാസിൽ, വെള്ള കടലാസിൽ ഇതെല്ലാം പോറ്റി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത വാസുവും പത്മകുമാറും ആള് ചില്ലറക്കാരല്ലല്ലോ. വാസുവും പത്മകുമാറും ഇതെടുത്ത് എഴുതി കൊടുക്കണമെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ഇത് അറിയാതിരിക്കില്ല. പിന്നീട് വന്ന വാസവൻ ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഇത്രയും ദിവസം എന്താ വാസവൻ ഇതെല്ലാം പൂഴ്ത്തിവെച്ചത്? വാസവൻ വലിയ ബുദ്ധിമാനായിട്ടുള്ള ആളാണ്. ഞാൻ വലിയ വിശ്വാസിയാണെന്നാണ് പറയുന്നത്. അയാളാണല്ലോ ആഗോള സംഗമത്തിന്, അയ്യപ്പ സംഗമത്തിന്റെ പ്രണയനാവും. വാസവനും അതിനേക്കാൾ വലിയ സമർത്ഥനായിട്ടുള്ള തട്ടിപ്പുകാരനാണ് അയാൾ. ഇതിനെ വിശ്വാസത്തിന്റെ ഒരു ഇത് ചാർത്തിയിട്ടാണ് അയാൾ ഈ തട്ടിപ്പിനെ. ഇതെല്ലാം വാസവൻ അറിയില്ലേ? പിന്നെ വാസവൻ അവിടെ എന്താണ്, പായസം കുടിക്കാൻ എത്തിയാണോ ദേവസ്വം മന്ത്രിയായിട്ട്? ഇത്രയും കാലം ആരെ കൊടുത്തയച്ചു, എന്തിനു കൊടുത്തയച്ചു, ഇയാൾക്ക് എന്താണ് അധികാരം, ഇയാൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിന് ഓതറൈസ്ഡ് ആളാവുന്നതെന്ന് വാസവൻ അറിയില്ലേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അറിയില്ലേ? പ്രശാന്ത് പറയുന്നത് ഞാനിതൊന്നും അറിഞ്ഞില്ല, അതൊക്കെ പഴയ CPM-മാർ ചെയ്തതാണ്, ഞാൻ കോൺഗ്രസ് ആയിരുന്നു വന്നതാണ്. കോൺഗ്രസ് ആയത് എളുപ്പമല്ലേ? CPM-ഉം കോൺഗ്രസും കൂടി കൂടിയാ പിന്നെ ഇരട്ടി ശക്തിയല്ലേ പിന്നെ പ്രശാന്തിന് കിട്ടിയിരിക്കുന്നത്. ഇവർക്കെല്ലാം ഇതറിയാം. പല വഴിക്ക് ശബരിമലയെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കിയിട്ടുണ്ട്. ആ പണത്തിന്റെ പങ്ക് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഉറപ്പായിട്ടും പോയിട്ടുണ്ട്. അതിന്റെ ഗൗരവം ചോദിച്ച് മനസ്സിലാക്കാനാണ് പിണറായി വിജയൻ കടകംപള്ളി സുരേന്ദ്രനെ വിളിപ്പിച്ചത്. അതോടുകൂടി ഈ അന്വേഷണം അവസാനിക്കും. ഒരു സംശയവും വേണ്ട. ഈ SIT എന്ന് പറയുന്ന ഈ പ്രത്യേക അന്വേഷണ ഏജൻസി, ആ സംഘം, ഏതാനും ചില ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാര് ഉണ്ണികൃഷ്ണൻ പോറ്റി അത്യാവശ്യം ചിലപ്പം പത്മകുമാറിനെയും വാസുവിനെയും ഒന്ന് ചോദ്യം ചെയ്യും. വാസുവിനെ ചോദ്യം ചെയ്യാൻ പറ്റൂല. വാസുവിന്റെ മകൻ ഏറ്റവും വലിയ പോലീസ് ഉണ്ട്. ആ ശബരിമലക്കാർക്ക് നമ്മളെ എമ്മാതിരി ദ്രോഹമാണ് ചങ്ങായി ചെയ്തു സമരകാലത്ത്. അപ്പൊ അവർക്കെല്ലാം അറിയാം, ഇതെല്ലാവർക്കും അറിവുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മുൻ ദേവസ്വം മന്ത്രിമാരിലേക്ക്, മുൻ ദേവസ്വം പ്രസിഡന്റുമാരിലേക്കൊന്നും ഈ അന്വേഷണം നീളാൻ പോകുന്നില്ല. ശബരിമലയടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കാൻ രാഷ്ട്രീയമായ തീരുമാനമെടുത്തിരുന്നു LDF സർക്കാർ. ഉറപ്പാണ്. ഇത് ഒരു പോറ്റിയോ രണ്ടാൾക്കാരെ എടുത്തുകൊണ്ട് പോയതല്ല, പല സ്ഥലത്തും പോയിട്ടുണ്ട്. ആറന്മുളയിൽ സംശയം, വൈക്കത്തപ്പന്റെ അവിടെ സംശയം, ശാസ്താംകോട്ടയിൽ സംശയം, ബാലുശ്ശേരി കോട്ടയിൽ സംശയം, വിശാരിക്കാവിൽ സംശയം. എല്ലായിടത്തും ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വർണം കളവ് പോയിരിക്കുന്നു, വെള്ളി കളവ് പോയിരിക്കുന്നു. ഞങ്ങളെ മലബാറില് വള്ളൂർക്കാവ് എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. മഹാഭാവികളെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതെന്ന് പറഞ്ഞാല് ഈ കമ്മ്യൂണിസ്റ്റുകാരന് ഇത്ര കണ്ണിച്ചോഹയില്ലാത്തവന്മാരെ കക്കുന്നവന് എന്തെങ്കിലും ഒരു നീതി വേണ്ട. കായംകുളം വെച്ചുണ്ടിയൊക്കെ കട്ടിട്ട് കുറച്ച് പാവപ്പെട്ടവന് കൊടുക്കുകയായിരുന്നു. ഈ പാവങ്ങൾ, ഈ വള്ളൂർക്കാവിലെ ആദിവാസികൾ, മാനന്തവാടിയിൽ ഒരു വലിയ ക്ഷേത്രമുണ്ട്. വലിയ ആഡംബരം എന്നുള്ള ക്ഷേത്രമല്ല, ഒരു പിന്നെ കാനന ക്ഷേത്രമാണ്. വലിയ മേൽക്കൂരയും കെട്ടിടങ്ങളൊന്നുമില്ല. ഇവിടെ നല്ല വിലപിടിപ്പുള്ള അനേകം കൊല്ലം പഴക്കമുള്ള നല്ല ഒന്നാന്തരം ചന്ദന മുട്ടികൾ ഉണ്ടായിരുന്നു. വലിയ പിന്നെ ഇതൊന്നും അവിടെ ഇല്ല. അപ്പൊ ദേവസ്വം ബോർഡ് എന്ത് ചെയ്തു, ആൾക്കാർ എന്ത് ചെയ്തു, ആ ചന്ദന മുട്ടികളെല്ലാം കടത്തി അവിടെ കുറെ വേങ്ങാക്കാതലും മറ്റൊക്കെ കൊണ്ടുവച്ച് അതേപോലെ കൊണ്ടുവച്ചിരിക്കും. ചന്ദനമുട്ടികൾ എടുത്ത അതിന്റെ പെട്ടിക്കകത്ത് ബാക്കി എന്തോ താണ മരം അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കും. അപ്പൊ ചന്ദനങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നു, വെള്ളി കാണാനില്ല, സ്വർണം കാണാനില്ല, സമ്പത്ത് കൊള്ളയടിച്ചിരിക്കുന്നു. ശബരിമല പ്രക്ഷോഭ കാലത്ത് സുപ്രീം കോടതി വിധിയുടെ മറവിൽ ക്ഷേത്രാചാരങ്ങൾ മാത്രം തകർക്കുകയല്ല, ക്ഷേത്രങ്ങളും കൊള്ളയടിക്കാൻ CPM തീരുമാനമെടുത്തിരുന്നു. നവോത്ഥാനത്തിന്റെ മറവിൽ ഏറ്റവും വലിയ നവോത്ഥാന നായകൻ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക,
ക്ഷേത്രവിശ്വാസം തകർക്കുക, അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ള രാഷ്ട്രീയ തീരുമാനം LDF എടുത്തിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ക്ഷേത്രങ്ങളിലെല്ലാം മോഷണം കാണിക്കുന്നത്. നിങ്ങൾ വിചാരിക്കണ്ട, VS അച്യുതാനന്ദന്റെ കാലം മുതൽ ഈ തീരുമാനം ഉണ്ടായിരുന്നു. ആഗോള സംഗമം, അയ്യപ്പ സംഗമം നടത്തി ചില ആളുകളെ നിങ്ങൾ കബളിപ്പിക്കാൻ പറ്റും, ഇവിടുത്തെ വിശ്വാസികളെ നിങ്ങൾ കബളിപ്പിക്കാൻ പറ്റില്ല. ആഗോള അയ്യപ്പ സംഗമം നടത്തി പിണറായി വിജയൻ മാറിപ്പോയിരിക്കുന്നു. സുമനസ്സുകളായ പലരും പറഞ്ഞു, പണ്ട് വിജയൻ അയ്യപ്പനെ എതിർത്തിരുന്നു, ഇപ്പൊ വിജയൻ നന്നായി. ഒരു പമ്പയിലോ ഒരു ഗംഗയിലോ 1000 വട്ടം മുങ്ങിയാലും പിണറായി വിജയന്റെ മേലുണ്ടായ പാപക്കറ കഴുകിക്കളയാൻ കഴിയില്ല. അതിൽ യാതൊരു സംശയവും വേണ്ട. സുമനസ്സുകളായ പല പ്രധാന വ്യക്തികളും പിണറായി വിജയന് മാനസാന്തരം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അയ്യപ്പൻ ആള് ചില്ലറക്കാരനല്ല. നല്ല നല്ല വ്യക്തികൾ പോലും ആഗോള അയ്യപ്പ സംഗമം കണ്ട് പിണറായി വിജയൻ ആള് മാറിപ്പോയി എന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പാണ് ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വരുന്നത്. പിണറായി വിജയന്റെ പാപക്കറ ആര് വിചാരിച്ചാലും കളയാൻ കഴിയില്ല. വാസവനാണ് ഇതിന്റെ ബുദ്ധി. ഏത്? ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ 5.5 കോടി ഉറുപ്പിക ഖജനാവിന് ദേവസ്വം ബോർഡ് നഷ്ടമായി എന്നത് ഒഴിച്ചാൽ ഈ കേസ് CPM സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ തനിനിറം എന്താണ്? അവര് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടത്തിയ ക്ഷേത്ര കവർച്ച, ക്ഷേത്രത്തിൽ ആചാരങ്ങൾ തകർക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പുറത്തു വരാനുള്ള കേസാണ്. VS അച്യുതാനന്ദൻ ആള് മോശക്കാരനായിരുന്നില്ല. ഞാന് പറയാൻ കാരണം അദ്ദേഹം മരിച്ചുപോയി, അതുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായി പറയുന്നതല്ല. അദ്ദേഹത്തിന്റെ കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചു. ഇതിനേക്കാളും വലിയ സ്വർണ്ണ രത്നശേഖരങ്ങളാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അദ്ദേഹം പറഞ്ഞു, തമ്പുരാൻ രാവിലെ ദർശനം കഴിഞ്ഞ് പോകുമ്പോ മുരുടയില് മൊന്തയില് സ്വർണ്ണം അടിച്ചുകൊണ്ട് വന്നു. വെറുതെ ഒരു ആരോപണം പറഞ്ഞതാണ്. എന്താ കാരണം? ദശലക്ഷക്കണക്കിന് കോടി രൂപ വില മതിക്കുന്ന സ്വർണശേഖരങ്ങൾ, നിലവറകളിൽ നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചിരിക്കുന്ന സ്വർണശേഖരം എടുക്കണം. ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അച്യുതാനന്ദന്റെ കാലത്ത് എടുത്തു. തിരുവനന്തപുരം ആയതുകൊണ്ട് അതത്ര എളുപ്പത്തിൽ ചാക്കിലാക്കി കൊണ്ടുപോകാൻ അവർക്ക് അന്ന് കഴിഞ്ഞില്ല. ശക്തമായ പ്രതിഷേധം ഉണ്ടായതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറിയതാണ്. ആ ദുഷ്ടലാക്ക് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം എടുത്ത് അത് ഖജനാവിലേക്ക് കൊണ്ടുപോകാനുള്ള വളരെ ദുരൂഹമായ നീക്കം VSന്റെ കാലത്ത് CPM നടത്തിയിരുന്നു. അതിനുശേഷം ശബരിമലയിലെ സുപ്രീം കോടതി വിധിക്കയുടെ കാലത്ത് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനും ക്ഷേത്ര സ്വത്തുക്കൾ മുഴുവൻ എടുത്ത് കവർ ചെയ്യാനും രാഷ്ട്രീയമായ തീരുമാനം CPM എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൽ കാണേണ്ടത്. ഇതൊരു പോറ്റിയുടെ മാത്രം ബുദ്ധിയിൽ ഉദിച്ചതല്ല. പോറ്റിയുണ്ട്, പത്മകുമാറുണ്ട്, വാസുണ്ട്, അതിന്റെ അപ്പുറത്തെ ദേവസ്വം മന്ത്രിമാർ 2 പേരുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏറ്റവും വലിയ തലപ്പത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടിയാണോ ഈ സ്വർണ്ണക്കൊള്ള കേരളത്തിൽ ശബരിമലയിലും മറ്റ് ക്ഷേത്രങ്ങളിലും നടന്നത് എന്നുള്ള കാര്യം മാത്രമാണ് ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ളത്. അതറിയണമെങ്കിൽ ശരിയായ അന്വേഷണം നടക്കണം. സ്വർണം കാണുമ്പോഴേക്ക് പിണറായി വിജയനും കമ്പനിക്കും വലിയൊരു വീക്ക്നെസ്സാണ്. എവിടെ സ്വർണം കണ്ടാലും ഈ സർക്കാരിലെ തലപ്പത്തിരിക്കുന്നവർക്ക് സ്വർണം വലിയൊരു ദൗർബല്യമാണ്, അല്ലേ? വിമാനത്താവളത്ത് കൂടി സ്വർണം അടിച്ചു മാറ്റി, കസ്റ്റംസ് പിടിക്കുന്ന സ്വർണം തട്ടിക്കൊണ്ടുപോകുന്നവരുടെ കയ്യിൽ നിന്ന് എടുത്ത് ആ സ്വർണം അടിച്ചു മാറ്റി. ഇപ്പൊ ശബരിമല ഉൾപ്പെടെ എല്ലാ ക്ഷേത്രങ്ങളിലെയും സ്വർണം അടിച്ചു മാറ്റുന്നു. ഇത് രാഷ്ട്രീയമായ തീരുമാനമാണെങ്കിൽ ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് കടകംപള്ളി എനിക്ക് ആദ്യം പോറ്റി അറിയില്ല എന്ന് പറഞ്ഞവര്. പോറ്റി അറിയാം, പോറ്റിയുമായിട്ട് പല ബന്ധങ്ങളുണ്ട്, പോറ്റിയായിട്ട് പല ഇടപാടുകളുണ്ട്.
കടകംപള്ളിക്ക് മാത്രമല്ല മുഖ്യമന്ത്രിക്കും പല പരിപാടികളിലും പോറ്റിയെ കണ്ടതായിട്ടും പല പരിപാടികളിലും പോറ്റിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിട്ടുമുള്ള ചിത്രങ്ങൾ വന്നിരിക്കുന്നു. കേവലം ഒരു പോറ്റിയിൽ മാത്രം ഒതുക്കി ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഇതെല്ലാം അന്നത്തെ കാലത്ത് ചെയ്ത പാപങ്ങളെല്ലാം കഴുകിക്കളയാമെന്ന് വിചാരിച്ചിട്ടാണ്. ജ്യോത്സ്യന്മാർ പറയുന്നത് കേട്ടിട്ടായിരിക്കും. നടക്കില്ല. ശരിയായ അന്വേഷണം ഇവിടെ നടക്കണം. ഈ SIT നേരത്തെ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച അതേ പാതയിലാണ് പോകുന്നത്. വലിയ വലിയ കുറ്റവാളികളെ രക്ഷപ്പെടുത്താനുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയായി ഈ കേസിൽ ഗുണഭോക്താക്കളായിട്ടുള്ള രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഈ അന്വേഷണത്തിന് യാതൊരു താല്പര്യവുമില്ല. ശബരിമലയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർത്തവർ, ശബരിമലയിലെ സ്വർണവും വൈരവും സമ്പത്തും കൊള്ളയടിച്ചവർ ഇപ്പൊ പറയാണ് ഞങ്ങള് വാരിക്കോരി കൊടുക്കുകയാണ് ശബരിമലയ്ക്ക്. ഓർമ്മയില്ല അന്ന് പിണറായി വിജയന്റെ പ്രസംഗം അയ്യപ്പ സംഗമത്തിൽ ഭഗവത്ഗീതയിലെ ഒരു 2 വരി വായിച്ച് ചാന്തോക്യ ഉപനിഷത്തൊക്കെ എടുത്തൊന്ന് ഉദ്ധരിച്ച് ആളെ പറ്റിക്കാമെന്നാണോ പിണറായി വിജയൻ നിങ്ങൾ പറഞ്ഞത്? ആ സംഗമത്തിൽ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ്. നിങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടാണോ ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവെടുത്തത്? സർക്കാർ ഖജനാവിൽ കൊടുത്തിട്ടാണോ? ആഗോള അയ്യപ്പ സംഗമത്തിന്, ആളില്ലാത്ത സംഗമത്തിന്, ഭൂലോക തട്ടിപ്പിന് എത്ര കോടി രൂപയാണ് നിങ്ങൾ ദേവസ്വത്തിൽ നിന്ന് എടുത്തു മാറ്റിയത്? എവിടുന്ന് കിട്ടിയ പണമാണ്? നിങ്ങൾ ഹൈക്കോടതിയിൽ പറഞ്ഞു ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡിന് പണം ചെലവഴിക്കില്ല. പമ്പയിൽ ഒഴുക്കിയതാണ് ചോറും കറിയും. ഇവിടുത്തെ പത്തനംതിട്ട ജില്ലയിലെ CPM-ന് ജില്ലാ സെക്രട്ടറിയും കോട്ടയത്ത് വാസവനൊക്കെ പറയുന്ന കേട്ട് അയ്യപ്പ ഭക്തന്മാർ ഇപ്പൊ ഓടിയെത്തും. ഗോവിന്ദനൊന്നും അറിയില്ലല്ലോ അയ്യപ്പ ഭക്തന്മാരെ. ഗോവിന്ദനെ കണ്ണൂർക്കാരനാണല്ലോ ഗോവിന്ദ മാഷ, അയക്കൊന്നും അറിഞ്ഞൂടാ. പത്തനംതിട്ടയിലും കോട്ടയത്തും ഒക്കെയുള്ള അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സെന്താണെന്ന് 2019 തിരിച്ചറിഞ്ഞിട്ടും അവർക്കറിയില്ല. 5-6 ആൾക്കാർക്കുള്ള ചോറ്, സാമ്പാർ, വട, പപ്പടം എല്ലാം ഒഴുക്കി കളഞ്ഞില്ലേ? പന്തലിട്ടതിന്റെ, മൈക്കിന്റെ, PR പ്രവർത്തനം നടത്തിയതിന്റെ, പത്രത്തിൽ പരസ്യം കൊടുത്തതിന്റെ ഒക്കെ എത്രയാ കോടി? എവിടുന്ന കാശെടുത്തത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു എവിടുന്നാന്ന് ചോദിച്ചപ്പോ സർക്കാർ പറഞ്ഞു ദേവസ്വം ബോർഡിന് പണമെടുക്കില്ല. എല്ലാത്തിനും ന്യായീകരണം. മോഹൻലാലിന്റെ പരിപാടിക്ക് എത്ര 8.5 കോടി. അപ്പൊ പറഞ്ഞു വലിയൊരാളായതുകൊണ്ടാണ്. അയ്യപ്പനും അങ്ങനെ തന്നെ വലിയൊരാളായതുകൊണ്ട് സർക്കാർ ദേവസ്വം ബോർഡിന് പണം എടുക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. എന്താണ് ശബരിമലയിൽ നടക്കുന്നത്? സാധാരണ മാസങ്ങളിൽ എനിക്കറിയാം അവിടെ ഒരു പച്ചക്കറി കയറ്റുന്ന ഒരാളെ. സാധാരണ മാസങ്ങളിൽ, അല്ലാതെ ഈ ഒരു വൃശ്ചിക മാസം ധനുമാസത്തിലല്ല. 2 ലോഡ് പച്ചക്കറി പോയാൽ 4 ലോഡ് പച്ചക്കറിയാണ് എഴുതുന്നത്. 1 ലോഡ് ഇടനിലക്കാരന്, 1 ലോഡ് ദേവസ്വം ബോർഡിന്. 2019 ശേഷവും അതിനു മുമ്പും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല ഉണങ്ങി ഗതിയില്ലാതെ നടന്നിരുന്ന പല ആളുകളും 3 കൊല്ലം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാൽ നമ്മൾ കെ മുരളീധരനെ പോലെ ഉണ്ട്. ഓരോ പഴയ ദേവസ്വം പ്രസിഡന്റുമാരെ നോക്ക്, അയാളെ മുഖമൊക്കെ നോക്ക്, നല്ല തൊടുത്ത് കൊഴുത്ത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വെള്ളാനയാണ്. ചക്കരക്കുട്ടത്തിൽ കൈയിട്ട് വാരുകയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിച്ച കാശ്, ഭക്തന്മാരുടെ പണം. ശരിയായത് പരിശോധിച്ചാൽ മനസ്സിലാവും ഏത് കാര്യത്തിലാണ് അവിടെ അഴിമതി നടക്കാത്തത്. ദേവസ്വം ബോർഡിന്റെ കാശെടുത്ത് ദൂർത്തടിക്കുകയാണ്. 6000 ആള് വരും എന്ന് പറഞ്ഞ് 600 ആളാണ് വന്നത്. 5500 ചോറും പോയി, കാശും പോയി. മുഖ്യമന്ത്രി 2 ഗീതാ സൂക്തങ്ങൾ പഠിച്ചത് മാത്രം മിച്ചം. പ്രതിച്ഛായ മാറ്റിക്കളയാമെന്ന് വിചാരിച്ച് അയ്യപ്പനാള് ചില്ലറക്കാരനല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ?
പുലിപ്പുറത്ത് പോയി പാല് കൊണ്ടുവന്ന അയ്യപ്പനെ പിണറായി വിജയൻ ഇവിടെ കിടക്കുന്ന ഒരാഴ്ചക്കുള്ളിൽ പിണറായി വിജയൻ സർക്കാരിന്റെ തനിനിറം അയ്യപ്പൻ തന്നെ പുറത്തു കൊണ്ടുവന്നതാണ്. അല്ലാതെ നിങ്ങളെ സർക്കാർ എന്തെങ്കിലും അന്വേഷണം നടത്തിയിട്ടല്ല. ഹൈക്കോടതി ശക്തമായി ഇടപെട്ടു. ദേവസ്വത്തിന്റെ കാര്യങ്ങൾ മണിമണി പോലെ പുറത്തു വന്നു. ഇനിയും പുറത്തു വരാറുണ്ട് ദേവസ്വം കൊള്ളയുടെ പല കാര്യങ്ങളും. അയ്യപ്പന്റെ ഒരു ചില്ലിക്കാശ് ആരെല്ലാം എടുത്തിട്ടുണ്ടോ അവരെല്ലാവരും അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങളിപ്പോ ഈ SIT വെച്ച് അന്വേഷണം നടത്തി ഒരു പുകമറ സൃഷ്ടിച്ച് കുറെ ആളുകളെ പേര് ചാർജ് ഷീറ്റ് കൊടുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാര്യങ്ങൾ നടത്താമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അങ്ങനെ വിടാൻ ഞങ്ങൾ തയ്യാറല്ല, അങ്ങനെ വിടാൻ തയ്യാറല്ല. നിങ്ങൾ ഈ അന്വേഷണം ശരിയായി നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ തയ്യാറാവുന്നില്ലെങ്കിൽ മറ്റ് പല മാർഗങ്ങളും ഉണ്ട്. ഇവിടെ നീതിന്യായ സംവിധാനങ്ങളുണ്ട്, മറ്റ് ഏജൻസികളുണ്ട്. അവരെയൊക്കെ ഇടപെടിക്കാനാവുമോ എന്നുള്ള ശ്രമം ഞങ്ങൾ അവസാന നിമിഷം വരെ ശ്വാസം വരെ നടത്തുമെന്ന് പറയാനും ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ ചെയ്തു കൂട്ടിയ തട്ടിപ്പുകളും ദ്രോഹവും കേരളത്തിലെ വിശ്വാസി സമൂഹം മറക്കും, ജനങ്ങൾ മറക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ബിനുമോൻ പറയുന്നത് കേട്ടു കോൺഗ്രസിന്റെ ജാഥ വന്നു എന്നാണ് പറയുന്നത്. കോൺഗ്രസിന്റെ ജാഥയിൽ എന്താ അവർ മുന്നോട്ട് വയ്ക്കുന്നത്? കോൺഗ്രസിന്റെ ജാഥ അയ്യപ്പന് വേണ്ടി ആയിരുന്നില്ല, ആണോ? അയ്യപ്പന് വേണ്ടിയാണെങ്കിൽ ജാഥ ക്യാപ്റ്റൻ പിന്നെ ഉച്ചയ്ക്ക് മുങ്ങോ? അപ്പൊ ആ ഉള്ളിൽ എന്താണ്? അയ്യപ്പന്റെ കാര്യത്തിനല്ല, പുനഃസംഘടനയുടെ മറവിൽ പദ്ധതി തെരഞ്ഞെടുപ്പൊക്കെ വരികയാണെന്ന് പിന്നെ ഒരു ജാഥ നടത്തിക്കളെന്ന് വിചാരിച്ചു. അയ്യപ്പന്റെ സ്വർണം കട്ടത് പിടിക്കാനാണെങ്കിൽ ജാഥ നായകൻ വഴിക്ക് വെച്ച് മുങ്ങുവോ? അത് കഴിഞ്ഞിട്ട് പ്രതിഷേധിച്ചാ പോരെ? ഇപ്പൊ കോൺഗ്രസിന്റെ ആത്മാർത്ഥത അത്രയേ ഉള്ളൂ. കോൺഗ്രസ് മാത്രമല്ല, SDPIക്കാരെ സുഡാപ്പികള് ശബരിമലയെ രക്ഷിക്കണം പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും അടങ്ങുന്നവരെല്ലാം ഇപ്പൊ ശബരിമലയെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഇറങ്ങുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെ കുറെ കണ്ടതാണ് മക്കളെ. ഞങ്ങള് 2018 ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റാൻ നിങ്ങൾ ശ്രമിച്ചപ്പോ ഒരു കോൺഗ്രസുകാരനെയും ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് ഇപ്പുറം കണ്ടിട്ടില്ല. ഒരു കോൺഗ്രസ് നേതാവിന്റെ പേരിലും ഒരു കേസില്ല, ഒരു ഇറ്റ് വിയർപ്പ് പൊടിഞ്ഞിട്ടില്ല. ഉണ്ടോ? ഞാന് വളരെ വിനയത്തോടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 2017, 2018, 2019 കാലത്ത് ശബരിമലയിലെ കേസൊക്കെ ഇപ്പൊ ഞങ്ങൾ പിൻവലിക്കുന്നതാണ്. മുഖ്യമന്ത്രി ഡെസിഗ്നേറ്റഡ് VD സതീശൻ, മുഖ്യമന്ത്രി ഡെസിഗ്നേറ്റഡ്, നിയുക്ത മുഖ്യമന്ത്രി. നടക്കൂല. സർക്കാർ വന്നാൽ തന്നെ KC വേണുഗോപാലും ചെന്നിത്തല എടുത്തോളം കാലം നിയുക്ത മുഖ്യമന്ത്രിക്ക് നടക്കാൻ പോകുന്നില്ല. അത് വേറെ കാര്യം, വരുമെന്നുള്ളത് വേറെ കാര്യം. ഇവര് പറയും ഞങ്ങൾ പിൻവലിക്കും. നിങ്ങളുടെ പേരിൽ ആരെങ്കിലും പേരിൽ കേസുണ്ടാവും? ശബരിമല പ്രക്ഷോഭത്തിന്റെ കാര്യത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പേരിൽ കേസുണ്ടാവും. ശബരിമല പ്രക്ഷോഭത്തിന്റെ കാര്യത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയുടെ പേരിൽ കേസുണ്ടോ? ശബരിമല പ്രക്ഷോഭത്തിന്റെ കാര്യത്തിൽ കെ സുധാകരനെതിരെ കേസുണ്ടോ? കേസുണ്ടാവും. വേറെ എവിടെ? കണ്ണൂരോ കാസർഗോഡോ പോലെ ധർണ നടത്തിയ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. VD സതീശന്റെ പേര് കേസുണ്ടോ? പത്തനംതിട്ട DCC പ്രസിഡന്റ് അല്ല MP ആയിട്ടുള്ള ആന്റോണിയുടെ പേര് കേസുണ്ടോ? അവിടെ ഒരു കഷായത്തെ കൂട്ടാനുള്ള, ഒരു മരുന്ന് ചേർക്കാനുള്ള ഒരു കേസെങ്കിലും ശബരിമല പ്രക്ഷോഭത്തിന്റെ പേരിൽ, നാമജപത്തിന്റെ പേരിൽ നിങ്ങളുടെ പേര് കേസുണ്ടോ? പത്തനംതിട്ടയ്ക്ക് അപ്പുറം എരുമേലിയിലോ പമ്പയിലോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മനീതി സംഘത്തെ ശബരിമലയിലേക്ക് കൊണ്ടുപോയപ്പോ ആക്ടിവിസ്റ്റുകളെ ബലം പ്രയോഗിച്ച് പോലീസ് പിടിച്ചു കയറ്റി അവിടെ കൊണ്ടുപോയപ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകനെ എരുമേലിയിൽ കണ്ടിട്ടുണ്ടോ? പമ്പയിൽ കണ്ടിട്ടുണ്ടോ? മരക്കൂട്ടത്ത് കണ്ടിട്ടുണ്ടോ? സന്നിധാനത്തിന് താഴെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോ ഒരു ജാഥ നടത്തിയാലേ അയ്യപ്പ ഭക്തന്മാരെല്ലാം ഇപ്പൊ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്ന വിചാരിച്ചിട്ടാണോ? നിങ്ങൾ ഇതിനേക്കാൾ വലിയ തട്ടിപ്പുകാരല്ലേ?
നിങ്ങൾ നടത്തിയ തട്ടിപ്പുകളൊക്കെ ജനങ്ങൾ മറന്നിട്ടുണ്ടോ? നിങ്ങളെ പോലെ അമ്പലം വിഴുങ്ങുന്നവര്, കമ്മ്യൂണിസ്റ്റുകാർ കഴിഞ്ഞാൽ നിങ്ങളെ പോലെ അമ്പലം വിഴുങ്ങുന്നവര് ഈ രാജ്യത്ത് വേറെ ഉണ്ടോ? CPM-നും കോൺഗ്രസിനും ഇക്കാര്യത്തിൽ ഒരേ നിലപാടാണ്. ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക, ക്ഷേത്രവിശ്വാസത്തെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ രണ്ടു കൂട്ടരും പോകുന്നത്. നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് ജാഥ നടത്തിയവർ വഴിയിൽ വെച്ച് മുങ്ങുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങളെ രണ്ടു കൂട്ടരെയും ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ സർക്കാർ എല്ലായിടത്തും കൈയിട്ട് വാരുന്നവരാണ്. എല്ലായിടത്തും കുറെ ദിവസമായിട്ട് പിണറായി വിജയൻ സർക്കാർ ഈ അഴിമതിയും കൊള്ളയും ഒക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പല സൂത്രപ്പണികൾ നടത്തുന്നുണ്ട്. അതിലൊന്നായിരുന്നു ഈ ഹിന്ദുക്കളെ വിശ്വാസം വീണ്ടെടുക്കുക എന്നുള്ള ഈ പരിപാടി. കാവിമുണ്ട കൊടുത്ത് കയ്യില് ചരടൊക്കെ കെട്ടി കണ്ട നല്ല RSSകാരനെ പോലെ തോന്നിപ്പിക്കുന്ന വേഷത്തിൽ പല അമ്പലത്തിൽ ഇപ്പൊ കയറിക്കൂടിയിട്ടുണ്ട്. പല അമ്പലം ഭരിക്കാൻ ഇപ്പൊ കയറിക്കൂടിയിട്ടുണ്ട്. കേരളത്തിലെ പല അമ്പലങ്ങളിലും ഇപ്പൊ കുറച്ചു കാലമായിട്ട് സഖാക്കൾ അങ്ങ് കയറിക്കൂടിയിരിക്കുക. ചെമ്പ് കഴുകാനും വിളക്ക് പിടിക്കാനും അമ്പലം പറിച്ച് അവിടെ കപ്പ നടണമെന്ന് പറഞ്ഞ സഖാക്കളെല്ലാം ഇപ്പൊ എല്ലാ അമ്പലത്തിലും കയറിക്കൂടിയിരിക്കും. പക്ഷെ ഈ പുള്ളിക്കുടിയുടെ പുള്ളി എളുപ്പം മായ്ക്കാൻ പറ്റൂല. ഇതൊക്കെ ആണെങ്കിലും ഉള്ളിലുള്ളത് അറിയാണ്ടങ്ങ് പുറത്തു വന്നു. അതാണ് ഇപ്പൊ ശിവൻകുട്ടിയിൽ നിന്ന് കണ്ടത്. ഞങ്ങൾ ഹിന്ദുക്കളെ എല്ലാം കൂടെ നിർത്താൻ 2019 ഒലിച്ചുപോയ ഹിന്ദു വികാരം, ആ വോട്ടെല്ലാം കൂടെ നിർത്താൻ വേണ്ടിയിട്ട് പല അടവ് നയങ്ങൾ എടുക്കുക. പക്ഷെ ചില പ്രശ്നങ്ങൾ വരുമ്പോ ഉള്ളിലുള്ളത് അങ്ങ് അറിയാണ്ട് പുറത്തു വരും. അതാണ് ഹിജാബ് വിഷയത്തിൽ കണ്ടത്. അതാണ് CPM ഹിജാബ് വിഷയത്തിലെടുത്ത നിലപാട്. കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ കേരളത്തിൽ ഒരു ബഹുസ്വര സമൂഹമായി അല്ലിലും അലട്ടുമില്ലാതെ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ പെട്ടെന്നൊരു ദിവസം ഓരോ സ്കൂളിലും കോളേജുകളിലും ഒക്കെ ആയിട്ട് ഇത് പൊട്ടിപ്പുറപ്പെടുക. അവരെ സ്വഭാവമല്ല. അപ്പോഴേക്ക് ആരും പറയാത്ത, ജമാഅത്തെ ഇസ്ലാമിക്കാരും സുഡാപ്പികൾ പോലും പറയാത്ത ന്യായമായിട്ടാണ് ശിവൻകുട്ടി വന്നിരിക്കുന്നത്. അപ്പോ ഏതിലാണ് പിടിക്കേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, അതാണോ വേണ്ടത്, ഇതാണോ വേണ്ടത് എന്നുള്ളൊരു ഉള്ളിലുള്ളത് പുറത്തു വരികയാണ്. അപ്പോ ജനങ്ങളുടെ പ്രശ്നങ്ങള്, ശബരിമലയിലെ കൊള്ള, ക്ഷേത്ര കവർച്ച, ഇതെല്ലാം മറച്ചു പിടിക്കാൻ വേണ്ടി വർഗീയത ഉപയോഗിക്കുകയാണ്. അതാണ് ഹിജാബ് വിഷയത്തിൽ നമ്മൾ കണ്ടത്. UDF-ഉം LDF-ഉം മത്സരിക്കുകയാണ്. UDF-ഉം LDF-ഉം ഇത് ശരിയായ നിലയിൽ ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ, ജനങ്ങൾക്ക് അവരുടെ ന്യായമായ സത്യം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് പുറത്തു വരാൻ ഇവർക്ക് ആർക്കും തന്നെ താല്പര്യമില്ല. അതുകൊണ്ട് ശബരിമലയിൽ അനുബന്ധ മറ്റ് ക്ഷേത്രങ്ങളിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ളയും തട്ടിപ്പുകളും സമഗ്രമായി അന്വേഷിക്കപ്പെടണം. അതാണ് BJP-യുടെ ആദ്യം മുതലുള്ള നിലപാട്. ഓഡിറ്റ് റിപ്പോർട്ടുകൾ പുറത്തു വരണം. ശബരിമലയിൽ ആരാണ് ഇവർക്കല്ലേ കൊള്ള നടത്താനുള്ള അവസരം കൊടുത്തത്, ആർക്കൊക്കെ അതിന്റെ പങ്ക് കിട്ടിയിട്ടുണ്ട്, എല്ലാം പുറത്തു വരണം. ശബരിമലയിൽ മാത്രമല്ല, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം നിഷ്പക്ഷമതികളായിട്ടുള്ള ജനപ്രതിനിധികളെയും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ കൃത്യമായ പരിശോധനകൾ നടത്തണം. ആർക്കും അറിഞ്ഞൂടെ? ഇപ്പോ 500 കിലോ സ്വർണ്ണമുള്ളടുത്ത് 100 കിലോ പോയിട്ടുണ്ടെങ്കിൽ ആൾ അറിയുന്നില്ല. പല ക്ഷേത്രങ്ങളിലും പോയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും, മഹാക്ഷേത്രങ്ങളിലെല്ലാം കൃത്യമായ ഓഡിറ്റ് നടക്കണം. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ, നിഷ്പക്ഷമതികളായ ജനപ്രതിനിധികൾ, അവരെല്ലാം ഉൾപ്പെടുത്തി ശബരിമല, ഗുരുവായൂർ, ആറന്മുള, വൈക്കം, ഏറ്റുമാനൂർ, അങ്ങനെ ഞാൻ പേരെടുത്ത് പറയാത്ത എല്ലാ ക്ഷേത്രങ്ങളിലും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സമ്പാദ്യങ്ങൾ, സ്വർണശേഖരങ്ങളുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു പരിശോധനയ്ക്ക് ഉത്തരവിടാൻ, ജനങ്ങളുടെ സാന്നിധ്യത്തിൽ അത് പരിശോധിച്ച് പഴയ കണക്കുകൾ നോക്കി, രജിസ്റ്ററുകൾ നോക്കി തിട്ടപ്പെടുത്താൻ ഇപ്പോൾ
സംശയമാണ്, ആൾക്കാർക്ക് പോകാൻ പേടിയാണ്. ഇങ്ങനെ ഏതെങ്കിലും എത്രയെല്ലാം പോറ്റിമാരെ കയ്യിൽ ഇത് എടുത്തു കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയായി അന്വേഷിക്കണം. ഈ SIT ഇപ്പോൾ നടത്തുന്നത് വെറും ഒരു പ്രഹസനം മാത്രമാണ്. അതുകൊണ്ട് ശരിയായ പരിശോധന നടക്കണം. കേന്ദ്ര ഏജൻസികൾക്ക് ഈ അന്വേഷണം വിടണം. കാരണം ഇവിടെ താല്പര്യങ്ങളൊന്നുമില്ലാത്ത, ആരെയും സംരക്ഷിക്കണമെന്ന് താല്പര്യമില്ലാത്ത നിഷ്പക്ഷമായിട്ടുള്ള ഏജൻസികളുണ്ട് ഇവിടെ. ഒരു കത്ത് പിണറായി വിജയൻ അയച്ചാൽ കേന്ദ്ര ഏജൻസികൾക്ക് ശരിയായ നിലയിൽ ഇതിന്റെ പരിശോധനയും അന്വേഷണവും നടത്താൻ കഴിയും. അതിനാവശ്യമായ നടപടി എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തുണ്ടാവണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ഇനിയും തുടരും. മണ്ഡലകാലം വരാൻ പോവുകയാണ്. ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു 28 ദിവസം കഴിഞ്ഞാൽ ഇപ്പൊ നട തുറക്കും. വീണ്ടും 31 കഴിഞ്ഞ അടുത്ത 28 ദിവസം കഴിഞ്ഞാൽ വൃശ്ചികം 1 കുടിവെള്ളത്തിനുള്ള ഒരു സംവിധാനമായിട്ടില്ല. ഒരു ടോയ്ലറ്റ് സൗകര്യങ്ങളും വൃത്തിയാക്കിയിട്ടില്ല. പമ്പയിൽ ഒരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. ശബരിമലയിൽ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു മുൻകരുതൽ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടത്തിയിട്ടില്ല. ശബരിമല എങ്ങനെ ഈ കാലത്ത്, കാരണം 2 ദിവസം നട തുറന്നപ്പോ ഉണ്ടായ മോബ് കൺട്രോളിങ്ങിനെ പറ്റി ഒരു സംവിധാനം ഉണ്ടല്ലോ. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ 2 ദിവസം. കുടിവെള്ളമില്ല, കറണ്ടില്ല, ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല, ജനക്കൂട്ടത്തെ, ഭക്തജനങ്ങളെ നിയന്ത്രിച്ച് ശരിയായ അവർക്ക് ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കുന്ന സംവിധാനങ്ങളില്ല. ഇതാണ് 5 ദിവസം നട തുറക്കുമ്പോഴുള്ള അവസ്ഥയെങ്കിൽ വൃശ്ചിക മാസം 1-ാം തീയതി ആരംഭിച്ച് മകരവിളക്ക് വരെ നീണ്ടു നിൽക്കുന്ന മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിലെ കാര്യം എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ. ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം. അടിയന്തരമായി ശബരിമലയിൽ തയ്യാറെടുപ്പുകളുടെ കാര്യത്തിൽ ശക്തമായിട്ട് ഇടപെടൽ ഉണ്ടാവണം എന്നുകൂടി അനുബന്ധമായി കാര്യത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്വാമിയേ. യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലയുടെ പ്രഭാരി ശ്രീ രാധാകൃഷ്ണ മനോജനെ ക്ഷണിക്കുന്നു. കൊള്ളയടിക്കും സർക്കാരെ, കൊള്ളയടിക്കും സർക്കാരെ, പിണറായിയുടെ സർക്കാരെ, പിണറായിയുടെ സർക്കാരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു. അയ്യന്റെ മണ്ണിൽ പ്രതിഷേധം, റാന്നി മണ്ണിൽ പ്രതിഷേധം. ജയ് ജയ് BJP, ജയ് ജയ് BJP, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ, ബ്രോ ഭാരത് മാതാ की. ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പാർട്ടി റാന്നി മണ്ഡലം പ്രസിഡന്റ് ശ്രീ അനീഷ് പി നരേഷ് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ ഈ പ്രതിഷേധ സംഗമം അതിൻ്റെ പൊതുപരിപാടി ആരംഭിക്കുകയാണ്. ഇതിൽ ആമുഖ പ്രസംഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷൈൻജി ഗ്രൂപ്പിനെ ക്ഷണിക്കുന്നു. ഈ പ്രതിഷേധ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ റാന്നി മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ അനീഷ് പി നായർ,
ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ശബരിമല സമരനായകനും പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ കെ സുരേന്ദ്രൻ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ ജില്ലയുടെ പ്രഭാരിയും സംസ്ഥാന കമ്മിറ്റി അംഗമായ ശ്രീ അഡ്വക്കേറ്റ് വി രാധാകൃഷ്ണമേനോൻ, പാർട്ടിയുടെ സമാജന ജില്ലാ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് വി എ സൂരജ്, പാർട്ടിയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ പ്രദീപ് വൈരൂര്, ശ്രീ കെ ബിനുമോൻ, പാർട്ടിയുടെ റാന്നി അയിരൂർ മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീ സിനോസ് പണിക്കര്, പാർട്ടിയുടെ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു പ്രസാദ്, ശ്രീ കെ ബിന്ദു, പാർട്ടിയുടെ ജില്ലയുടെ സെക്രട്ടറി ശ്രീ അനോജ് കുമാർ, മേഖല സെക്രട്ടറി ശ്രീ വിനോദ് തിരുമൂലൂരും, പാർട്ടിയുടെ ജില്ലയുടെ ട്രഷറർ ശ്രീ ഗോപാലകൃഷ്ണൻ കർത്ത, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ സലീം കുമാർ, പാർട്ടിയുടെ റാന്നി അയിരൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീ സ്മിത ആശ, കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, മറ്റ് മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ്, മറ്റ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിലെ പത്രമാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ശബരിമലയിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ശബരിമല എന്നാല് വിശ്വാസത്തെ സംബന്ധിച്ച് എന്നും വളരെ ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരാളാണ് ശബരിമല ശ്രീ അയ്യപ്പൻ. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ജാതിക്കും അതുപോലെ മതത്തിനും ഒക്കെ അതീതമായിട്ട് കേരളത്തിലെ നിന്നല്ല ലോകത്തിലെ മുഴുവൻ അയ്യപ്പ വിശ്വാസികളും വളരെയധികം വിശ്വാസത്തോടെ ആരാധനയോടെ നോക്കിക്കാണുന്ന ശ്രീ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. പക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ ശബരിമല ക്ഷേത്രത്തെ തകർക്കുവാൻ വേണ്ടി ഇന്ന് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സർക്കാർ അടക്കമുള്ള ആൾക്കാർ വളരെയധികം ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തെ തകർക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറെ വർഷക്കാലമായിട്ട് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം, ആദ്യത്തെ വിഷയമായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ പുറകില് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയുടെ വിശ്വാസം തകർക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായിട്ട് ഇന്ന് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയന്റെ സർക്കാർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. ഒരു സുപ്രീം കോടതി ഉത്തരവ് വന്നു എന്നുകൊണ്ട് മാത്രം അതിന് തൊട്ടടുത്ത ദിവസം തന്നെ വളരെ ആസൂത്രിതമായിട്ട് അടിയന്തരമായിട്ട് മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ പോലീസ് സംവിധാനത്തെയും ശബരിമല നിർത്തിക്കൊണ്ട് നമ്മുടെ എത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ ശബരിമലയിലേക്ക് എന്ന് കയറാൻ ശ്രമിച്ച സ്ത്രീകൾ നമുക്കറിയാം. അവർക്കൊക്കെ തന്നെ പൂർണ്ണമായ പിന്തുണ കൊടുത്തുകൊണ്ട് ശബരിമലയിലേക്ക് അവരെ കയറ്റിവിടാനുണ്ടായ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ ആ സമയത്ത് BJP അടക്കമുള്ള സംഘപരിവാർ സംഘടനകള്, അതിലെ ധാരാളം യുവാക്കന്മാർ അടക്കമുള്ള ആൾക്കാര് അവര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ ഗ്രാമാന്തരങ്ങളില് ശക്തമായ പ്രതിഷേധ പരിപാടി നടത്തിക്കൊണ്ട് ശബരിമല അടക്കം സന്നിധാനത്തടക്കം ശക്തമായ പ്രതിഷേധ പരിപാടി നടത്തിക്കൊണ്ട് ഇതിനെയൊക്കെ പ്രതിരോധിച്ച് നമ്മൾ കണ്ടു. അതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ഇന്നും
കേരളത്തിലെ നൂറുകണക്കിന് ചെറുപ്പക്കാർക്ക് അവരുടെ എല്ലാം പേരുകളില് ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് കേസുകൾ അവരുടെയൊക്കെ പേര് ചുമത്തിക്കൊണ്ട് ഇന്ന് അവരൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി നമുക്കറിയാം. ഇതൊക്കെ കൃത്യമായിട്ടും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ ശബരിമല തകർക്കണം എന്നുള്ള കൂടുതൽ ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് അന്ന് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയത്. അന്ന് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് നമുക്കറിയാം 3 വർഷത്തെ കാലാവധിയായിരുന്നു ദേവസ്വം ബോർഡിന് കഴിഞ്ഞ കുറെ വർഷക്കാലങ്ങൾ എത്രയോ വർഷങ്ങളായിട്ടുണ്ടായിരുന്നത്. അതൊരു ഭരണഘടനാ ബോഡിയാണ് 3 വർഷ കാലങ്ങളാണ് ഇതിനു വേണ്ടി കൊടുത്തിരുന്നത്. പക്ഷേ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നുണ്ടായ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടിയന്തരമായിട്ട് ആ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനു ശേഷം പിന്നീട് വന്ന പ്രസിഡന്റ് ആരാ നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ജില്ലാ സെക്രട്ടറി മെമ്പറും അതുപോലെ തന്നെ മുൻ MLA ഒക്കെ ആയിരുന്ന ഇന്ന് ഈ ശബരിമല സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണവിധേയനായ മുൻ MLA പത്മകുമാർ. ആ പത്മകുമാറാണ് 2 വർഷത്തേക്ക് ചുമതലയിലേക്ക് കൊണ്ടുവന്നത്. ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയങ്ങളിൽ കൊണ്ടുവന്നത്. അന്ന് പത്മകുമാർ അടക്കം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാര് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളെ ആ ശബരിമലയിലേക്ക് കയറ്റിക്കൊണ്ട് കോടാനുകോടി ഭക്തരുടെ മനസ്സിനെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ എത്രയോ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന ആ ആരാധന ആ വിശ്വാസം ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. പക്ഷെ പിന്നീട് നമുക്കറിയാം ഇതിന്റെ ശക്തമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല എവിടെയൊക്കെ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് അയ്യപ്പ ഭക്തവിശ്വാസികളുണ്ടോ അവിടെയൊക്കെ തന്നെയും ശക്തമായ സമരങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ട് പിന്നീട് ഈ വിഷയത്തിൽ നിന്നും പിന്മാറേണ്ട സാഹചര്യം പിണറായി വിജയന്റെ സർക്കാരിനുണ്ടായി. എന്നാൽ ഇത് ഏറ്റവും അവസാനം ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ പിണറായി വിജയൻ അടക്കമുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ശബരിമലയിലെ നമ്മുടെ ദേവസ്വം മന്ത്രി അടക്കമുള്ള ആൾക്കാർ ആരോപണം അറിയിക്കുകയാണ്. അവിടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ആ സന്നിധാനം ചുറ്റിപ്പറ്റിക്കൊണ്ടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് ശബരിമലയിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനല്ല, അവിടെ പൂജയ്ക്ക് വന്ന പൂജാരിയോ മറ്റാരുമല്ല. പക്ഷെങ്കിൽ അവർ ആസൂത്രിതമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ കൊണ്ടുവന്നെത്തിച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ കൈകടത്തിൽ ഉണ്ടായ സമയത്ത് ഇതിനേക്ക് എതിർക്കുവാനോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങൾ ഇടപെടുന്ന സമയത്ത് അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആളല്ല എന്ന് അവിടെ തീരുമാനിക്കുവാനോ ഒന്നും ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ തയ്യാറായിട്ടില്ല. ഇത്തരത്തില് അവിടുത്തെ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് പോലും ഇത് അദ്ദേഹത്തിന് മേടിക്കേണ്ട ആളല്ല, അദ്ദേഹം അത് മേടിക്കേണ്ട അതോറിറ്റി അല്ല എന്ന് പറയാൻ പോലും അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ജീവനക്കാരോ തയ്യാറാകാതെ ഇത് അദ്ദേഹത്തിന്റെ കൊടുത്തുവിട്ട് എന്തിനാണെന്ന് പോലും ഇവിടുത്തെ സാധാരണക്കാരെ ഭക്തർക്ക് അറിയത്തില്ല. നമുക്ക് ഈ സമയത്ത് ഇപ്പൊ അടുത്ത് വന്ന അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അടക്കമുള്ള ആൾക്കാര്, ദേവസ്വം ബോർഡ് മെമ്പർമാർ അടക്കമുള്ള ആൾക്കാര്, അതുപോലെ ദേവസ്വത്തിന് അതുമായി ജീവനക്കാർ അടക്കമുള്ള ആൾക്കാരാണ് ഈ ഒരു പ്രവർത്തനത്തിന് പുറകിൽ നിൽക്കുന്ന ഏറ്റവും അടുത്ത സമയത്ത് അന്വേഷണം മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ ഇന്ന് സർക്കാർ ചെയ്യുന്നത് എന്താ? സർക്കാർ ദേവസ്വം ബോർഡ് മെമ്പർമാരെയോ അല്ല ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രിക്കെതിരായിട്ടോ ഒന്നും യാതൊരു അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭക്തങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവിടുത്തെ ഭക്തങ്ങൾ ആരും പൊട്ടന്മാരല്ല. ഈ ഒരു വിഷയം ഇത്തരത്തില് കഴിഞ്ഞ കുറെ വർഷക്കാലങ്ങളായിട്ട് ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് അതിന്റെ കള്ളക്കടത്ത് നടത്തിക്കൊണ്ട് അതിന്റെ സാമ്പത്തികം പറ്റാൻ വേണ്ടിയുള്ള കൃത്യമായ പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് അവിടെ ആസൂത്രിതമായി നടപ്പിലാക്കിയ സമയത്ത് അതിന് പിന്നിൽ പ്രവർത്തിച്ച ദേവസ്വം ബോർഡിലെ ജീവനക്കാരടക്കമുള്ള അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ മന്ത്രിമാരടക്കമുള്ള ആൾക്കാരെ അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതിന്റെ കുറ്റം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള 1-2 പേര് ആൾക്കാരെ ചുമത്തുവാനുള്ള ശ്രമമാണ് ഇന്ന് ഇവിടുത്തെ പോലീസ് സംവിധാനവും പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന സർക്കാർ സംവിധാനം ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് അന്വേഷണത്തിന്റെ ഗതി ഏത് വിധത്തിലാണ് മുൻപോട്ട് പോകുന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും.
പക്ഷേ ഭാരത പാർട്ടിക്ക് പറയാനുള്ളത് കഴിഞ്ഞ എത്ര വർഷങ്ങളായിട്ട് ശബരിമലയെ ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നിലനിന്നുകൊണ്ട് ധാരാളം കേസിൽ പ്രതിയായ ഇപ്പൊ നമുക്കറിയാം ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രനാണ്. കഴിഞ്ഞ സ്ത്രീ പ്രവേശനത്തെ ബന്ധപ്പെട്ടുള്ള ശബരിമല വിഷയത്തില് എത്രയോ ദിവസങ്ങളാണ് അദ്ദേഹം ജയിലിൽ കിടന്ന് നമുക്കറിയാം. ഏതാണ്ട് 240ഓളം കേസിലാണ് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഗവൺമെന്റ് ചുമത്തിയത്. ഇതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ശബരിമല ക്ഷേത്രം തകർക്കുവാൻ വേണ്ടി ആരൊക്കെ മുമ്പോട്ട് വന്നാലും അവരെയൊക്കെ സംരക്ഷിക്കുവാൻ വേണ്ടി, ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി പ്രതിരോധം തീർക്കുന്ന ഓരോ ആൾക്കാർക്കെതിരെയും അവരെയൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, അവരുടെയൊക്കെ മനസ്സിൽ ഭീതി ഉളവാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സർക്കാർ മനഃപൂർവ്വം അവർ നടത്തുന്ന ഗൂഢാലോചന ഭാവമാണ്. കാരണം ഞാൻ സൂചിപ്പിച്ച പോലെ ഇന്നല്ല ഈ ഇത്രയും ശബരിമല ക്ഷേത്രത്തിനെതിരെയുള്ള ഈ വിഷയങ്ങൾ തുടങ്ങിയത്. നമുക്കറിയാം, ഓരോ സമയത്ത് മണ്ഡലകാലം വരുന്ന സമയത്ത് പലപ്പോഴും ശബരിമല ക്ഷേത്രം എപ്പോഴും ഇത്തരത്തില് വിവാദങ്ങളുടെ ചുള്ളിലേക്ക് നമുക്കറിയാം. എന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ഡലകാലം ആരംഭിക്കുന്നു, ആ സമയം നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് മുല്ലപ്പെരിയാർ വിഷയം. ഈ മുല്ലപ്പെരിയാർ വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ട് തമിഴ്നാട്ടിലുള്ള അയ്യഭക്തരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ള ആൾക്കാർ നടത്തും. അതല്ലെങ്കിൽ മകരവിളക്കിന്റെ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ശബരിമല ക്ഷേത്രം ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇവിടുത്തെ CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം. കാരണം ശബരിമല എന്ന് പറയുന്നത് കേരളത്തിലെ നിന്നല്ല, ഇന്ന് ഈ ഭാരതത്തിലെ അടക്കമുള്ള ആഗോളതലത്തില് മുഴുവൻ ഹിന്ദുമത വിശ്വാസികളുടെ ആശ്രയ കേന്ദ്രമാണ്. ഒരുപക്ഷെ ദേവസ്വം ബോർഡിലെ 10 അമ്പലങ്ങളിൽ താഴെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ അമ്പലങ്ങളും ആ ക്ഷേത്രത്തിൽ നിത്യദാനത്തിലും വകയില്ലാതെ അവിടുത്തെ ജീവനക്കാരടക്കമുള്ള ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങൾക്ക് നിലനിൽക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ മണ്ഡല മകരവിളക്ക് ഉത്സവ കാലത്ത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ശബരിമല ക്ഷേത്രം നശിപ്പിച്ചു കഴിഞ്ഞാല് കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ വിശ്വാസങ്ങളെ തകർക്കാമെന്നുള്ള കൃത്യമായ ഗൂഢാലോചനയും കൃത്യമായ പദ്ധതിയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി യാതൊരു സംശയമില്ല. പക്ഷെ അതിനെ എപ്പോഴും എതിർക്കാനും ഇതിനെയൊക്കെ പ്രതിരോധിക്കുവാനും ഇവിടെ സംഘപരിവാരടക്കമുള്ള സംഘടനകൾ കൊണ്ടുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ശക്തമായി ഈ ശബരിമല അടക്കമുള്ള ക്ഷേത്രം മുമ്പോട്ട് പോകുന്നതിനകത്ത് യാതൊരു സംശയം വേണ്ട. ഇപ്പൊ നമുക്കറിയാം, കോൺഗ്രസ് വിശ്വാസ സംരക്ഷണ സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ കുറെ ദിവസക്കാലങ്ങളായിട്ട്. ഇപ്പൊ കേരളത്തിലാകമാനം കോൺഗ്രസിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം വിശ്വാസ സംരക്ഷണ സംഘടിപ്പിക്കുകയാണ്. കേരളത്തിലെ തന്നെ കുറച്ച് റാന്നിയിലെ തന്നെ 1-2 യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജയിലുകളിലേക്ക് പോയി. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് ഭാരത പാർട്ടിയുടെ സംഘപരിവാരങ്ങളുടെ ആൾക്കാർ ജയിലിലേക്ക് പോയ സമയത്ത് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസുകാരനെയോ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തെ ആരും ഞങ്ങളാരും കണ്ടില്ല. ഇന്ന് ഇത്തരത്തിലുള്ള സമരങ്ങളും സംഘടിപ്പിക്കാതെ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് ഞങ്ങളാണ് ശബരിമല ക്ഷേത്രം സംരക്ഷിക്കുന്നതെന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വെറും പ്രഹസനമായിട്ട് ഇത്തരത്തിൽ ജാഥകൾ സംഘടിപ്പിക്കുന്ന കോൺഗ്രസ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ള ഇന്നും എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിലെ BJP അടക്കമുള്ള സംഘപരിവാര സംഘടനകള് കേരളത്തിലെ ഏത് ജാതിയായാലും ഏത് മതമായാലും എല്ലാവരുടെയും വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്നും മുന്നിൽ നിൽക്കുന്ന സംഘടനയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമല്ല, ഞാൻ കുറച്ചുമേ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറുകണക്കിന് പേര് കേസിൽ പെടുകയും ജയിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി നാളുവരെ BJP പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തില് സംസാരിക്കുന്നതിനായിട്ട് പാർട്ടിയുടെ 12 ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് കെ ബിനോദിനെ ക്ഷണിച്ചുള്ളൂ. ഈ സമരസംഗമത്തിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ BJP ജില്ലാ കമ്മിറ്റി അംഗവും റാന്നി മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമാൻ അനീഷ് പി. നായർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന
BJPയുടെയും NDAയുടെയും ഈ ജില്ലയിലെ ജനകീയരും സമാരാധീനമായ നേതാക്കന്മാർ, ജില്ലാ കമ്മിറ്റിയുടെ ബഹുമാനായിട്ടുള്ള ജനറൽ സെക്രട്ടറി ശ്രീമാൻ പ്രദീപ് വൈരൂർ അവറുകളെ, മറ്റു വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനായിട്ടുള്ള നേതാക്കന്മാർ, സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ, ഇവിടെ ഇത്തരത്തിൽ ഒരു സമര സംഗമം സംഘടിപ്പിക്കുന്നതിന്റെ പ്രസക്തിയെപ്പറ്റി ഒന്നും തന്നെ ഞങ്ങളെ ശ്രമിക്കുന്ന ഒരാളോടും വിശദീകരിക്കേണ്ടതായ ആവശ്യകതയില്ല. വളരെ സുവ്യക്തമായ കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ പകൽ പോലെ തെളിച്ചത്തോടെയാണ് ഈ കേരളത്തിലെ കോടാനുകൂടി അയ്യപ്പ ഭക്തരെ അവരുടെ വിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടി, ശബരിമലയെ തകർക്കുന്നതിന് വേണ്ടി ഈ പിണറായി വിജയൻ അതേപോലെ പ്രതിപക്ഷത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ശബരിമലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എക്കാലത്തെയും ഏറ്റവും വലിയ സമരനായകൻ, നമ്മുടെ വിശ്വാസത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി 250-ലധികം കേസുകളെ നേരിട്ടുകൊണ്ട് കേരളത്തിന്റെ കൽത്തുറങ്കലുകളിൽ അടയ്ക്കപ്പെട്ട കേരളത്തിന്റെ ജനകീയ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ കെ സുരേന്ദ്രൻ അവറുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരില് ഈ സമര സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് സമാരാധ്യനായിട്ടുള്ള അഡ്വക്കേറ്റ് വി എസ് സൂര്യൻ അവരുടെ ഈ സമര സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഇത്തരത്തിലെ എല്ലാ കാലഘട്ടങ്ങളിലും ഇരു മുന്നണികളാണ് ഈ കേരളത്തിലെ മാറി മാറി ഭരണം നടത്തിയത്. CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF-ഉം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-ഉം ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളായിട്ടാണ് ഈ കേരളത്തിലെ കോടാനുകോടി വരുന്ന ഹിന്ദു ഭക്ത വിശ്വാസികളോട് എല്ലാ കാലത്തും അവരുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും ചവിട്ടിമതിച്ചുകൊണ്ട് അവരുടെ ആരാധനാ കേന്ദ്രങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി ഈ കേരളത്തിൽ തയ്യാറായിട്ടുള്ളത്. പിണറായി വിജയനെ സംബന്ധിച്ച് നമുക്കറിയാം, സ്വർണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആണ്. സ്വർണ്ണക്കള്ളക്കടത്ത്, അതേപോലെ തന്നെ സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് ഒരു തമാശ പോലെ നടത്തുന്ന ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ്. ഈ കേരളം കഴിഞ്ഞ 9.5 വർഷക്കാലം കട്ടുപിടിച്ച് കൊള്ളയടിച്ച ഒരു തസ്കര കുടുംബമാണ് ഈ കേരളം വാണുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ കുടുംബം ഒന്നടങ്കം ഈ കൊള്ളയ്ക്ക് ഉത്തരവാദികളാണ്. അത് മകനെന്നോ മകളെന്നോ ഭാര്യയെന്നോ മരുമകനെന്നോ അമ്മായെന്നോ വ്യത്യാസമില്ലാതെയാണ് ഈ കേരളത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളും നമുക്കറിയാം. ഇവിടെ പിണറായി വിജയനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ ആർക്കും തോന്നുന്ന ജനാക്കളെ പോലെ UDF-കാർ വലിയ സമര കോലാഹലം നടത്തുകയാണ്. ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിലായിരുന്നു അതിന്റെ സമാപനം. രാത്രി 10 മണി വരെ സമരത്തിന് മുന്നോടിയായി നടത്തിയ വലിയ ജാഥയുടെ ക്യാപ്റ്റനെ കാണാനില്ലായിരുന്നു. ക്യാപ്റ്റൻ മുങ്ങി. ആ തരത്തിലെ നാണം കെട്ട കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ UDF സർക്കാർ, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഈ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അന്നത്തെ ദേവസ്വം മന്ത്രി VS ശിവകുമാർ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിന്റെ വലിയ നേതാവാണ്. ആ ശിവകുമാറിന്റെ അനിയൻ VS ശിവകുമാർ ആയിരുന്നു ശബരിമലയിലെ വലിയ ഓഫീസർ. ഏത് പെൻഷൻ പറ്റിയിട്ട് 50% താഴെയാണ് പെൻഷൻ തുക ഇത് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്.
ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുകയായിരുന്നു. അയാൾ എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ ഇങ്ങനെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. UDF ഭരണകാലത്തും LDF ഭരണകാലത്തും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ പുറംപൂച്ചാണ് നമ്മൾ തുറന്നു കാട്ടേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. വന്ദേ മാതരം. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഈ യോഗം ആചാര്യ സംഗമം പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ എന്നെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ പ്രതിഷേധ സംഗമത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ റാന്നി മണ്ഡലം പ്രസിഡന്റ് അനീഷ് പി നായർ, അയിരൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസ് പണിക്കർ, ഇവിടെ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജ്, ജില്ലയുടെ പ്രഭാരി ബഹുമാനായ ശ്രീ രാധാകൃഷ്ണൻ മേനോൻ അവറുകൾ, ഷൈൻ ജി കുറുപ്പ്, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള അയിരൂർ പ്രദീപ്, ബിനുമോൻ, വിജയകുമാർ മണിപ്പുഴ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് സർവാദരണീയരായിട്ടുള്ള മുതിർന്ന നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.